ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ കുറച്ച് വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊരു പുതിയ വീട് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ഫാൾട്ടാണ് ഈ കാണുന്നത്. ഈ ഫാൾട്ട് ഞാൻ ജസ്റ്റ് എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വീട് പണിയുന്ന സമയത്ത് ഇത് വളരെ കെയർ ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഫാൾട്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ മെയിൻ കാരണം നോക്കുക, കണ്ടോ, ഇതിപ്പോൾ ഓൾറെഡി പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷം പുട്ടിയിട്ടിരിക്കുന്നതാണ്. ഒരു കോട്ട് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് ഉരച്ചിരിക്കുന്ന, അതായത് പുട്ടി ഉരച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, കംപ്ലീറ്റ് പാണ്ട് പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടോ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് തേക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൽ വന്നിരിക്കുന്ന ലെവൽ വ്യത്യാസമാണ് ഈ കാണുന്നത്. അതായത് പല സ്ഥലത്തും ലെവൽ വ്യത്യാസം മുഴകളായിട്ടാണ് നിൽക്കുന്നത്. ലെവൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പുട്ടിയിട്ട് കഴിയുമ്പോൾ പുട്ടി ബാക്കിയുള്ള സ്ഥലത്ത് ക്ലിയർ ആവും. പുട്ടി ഉരയ്ക്കുന്ന സമയത്ത് ആ പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. അതായത് താഴത്തെ ഉള്ള പുട്ടിയുടെ ബാക്ക് സൈഡ് വരുന്ന പ്ലാസ്റ്റിക് ചെയ്ത തേച്ച ഭാഗമാണ് ഈ പൊങ്ങി നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കംപ്ലീറ്റ് കണ്ടോ, ഇത് ആദ്യമായിട്ടാണ്, ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യമായിട്ടാണ് ഒരു വീട് കാണുന്നത്. കാരണം ഇതുമാതിരി പ്ലാസ്റ്റിക് ചെയ്ത സമയത്ത് വന്നിരിക്കുന്ന ഫാൾട്ടാണ് ഈ കാണുന്നത്. ആ കാണുന്നതെല്ലാം തന്നെ ലെവൽ പോയിരിക്കുന്നതാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്ന ലെവല് കംപ്ലീറ്റ് മിസ്സായതുകൊണ്ട് ആ പ്ലാസ്റ്റിക്, അതായത് പുട്ടിയിട്ടതിന് ശേഷം ആ പുട്ടി കറക്റ്റായിട്ടിരിക്കുന്ന സ്ഥലം പക്കയായിട്ടിരിക്കും. അല്ലാതെ ആ ഒഴുകി വന്നിരിക്കുന്ന ആ പ്ലാസ്റ്റിക് ചെയ്തതിന് ശേഷമുള്ള ആ ഭാഗം പൊങ്ങിയിരിക്കുന്ന ഭാഗമാണ് ഇതേപോലെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുട്ടി വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പാണ്ട് പിടിച്ച പോലെ ഇരിക്കുന്നു. ഇത് നമ്മുടെ വീടുകളിൽ നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഒഴിവാക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി പുട്ടി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന്, കണ്ണികളെല്ലാം അടയുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ പ്ലാസ്റ്റിക് ചെയ്തതിന് ശേഷമുള്ള കണ്ണികൾ അടയുന്നതിനും പക്ക നീറ്റായിട്ട് ഇരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടി കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പുട്ടി വർക്ക് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലാതായി. കാരണം കണ്ടോ, ഓൾറെഡി പുട്ടി ഉരച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ വരുന്ന പ്ലാസ്റ്റിക് തന്നെയാണ് ആ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതായത് പുട്ടിയിട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു ഫാൾട്ട് നമ്മൾ തേക്കുന്ന സമയത്ത് വളരെ കെയർ ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് പക്ക ലെവലായിരിക്കണം, ലെവൽ കറക്റ്റ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടി പറയട്ടെ, ലൈക്ക് എന്തായാലും മാക്സിമം ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.